ഹലോ ഡിയർ. അപ്പം നമ്മളിന്ന് നമ്മുടെ 7th ചാപ്റ്ററാണ് കേട്ടോ. നെഗറ്റീവ് നമ്പേഴ്സ് എങ്കിൽ ന്യൂന സംഖ്യകൾ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് അല്ലേ? പ്ലസ് മൈനസ്, അതായത് അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അല്ലേ? കൂട്ടലും കുറക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ? സാധാരണ നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ ഈ തരത്തിലുള്ള 4 ഓപ്പറേഷൻസ് നമുക്കറിയാം. ഓക്കെ, നമുക്ക് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു പോസിറ്റീവ് നമ്പർ കിട്ടിയാലും അല്ലേ, ഏതൊരു പോസിറ്റീവ് നമ്പർ നമുക്ക് കിട്ടിയാലും നമ്മൾ ഈസി ആയിട്ട് തന്നെ നമ്മളത് എന്ത് ചെയ്യും? നോക്കിക്കേ, ഈ ഒരു നമ്പർ ലൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ 0ൻ്റെ അപ്പുറത്തെ സൈഡിലാണ് 1 2 3 4 5 ഒക്കെ വരുന്നത്. അതിൻ്റെ ഈ ഒരു സൈഡിലാണ് -1 -2 -3 ഇങ്ങനെ പോകുന്നത് അല്ലേ? അതാണ് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ? പോസിറ്റീവ് നമ്പേഴ്സ് റൈറ്റ് സൈഡിലുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിലുണ്ട്, നടുക്ക് ആരുണ്ട്? 0 ഉണ്ട് അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 3 ഉണ്ട് അല്ലേ? ഇവിടെ 3 എന്നോർത്തും 3ൻ്റെ കൂടെ 3 + 2 നമുക്ക് അറിയാം, റൈറ്റിലേക്ക് 2 എണ്ണം ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും 5 എന്ന് അല്ലേ? നമുക്കറിയാം ഓൾറെഡി നമുക്ക്. യെസ്, ഇങ്ങനെയാണ്. മൈനസ് ചെയ്യുകയാണെങ്കിൽ നേരെ തിരിച്ച് അല്ലേ, ലെഫ്റ്റിലേക്ക് നമ്മൾ മൈനസ് ചെയ്യും. ഇനി നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പേഴ്സും വരുന്ന കേസ്, അതല്ലെങ്കിൽ നെഗറ്റീവ് വരുന്ന കേസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് അതൊന്ന് ഒരു ബോക്സ് ആക്കിയിട്ടാണ് മിസ് കാണിക്കുന്നത്. നോക്കിക്കേ, ഒരു 4 കേസുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ 4 എണ്ണത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിട്ടുള്ളത് പ്ലസ് മൈനസ് അല്ലേ? അതായത് പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യുക? സം ആൻഡ് ഡിഫറൻസ് ആണ്, ടോട്ടലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ് വരുന്നതെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പോൾ 8 പോസിറ്റീവ് നമ്പറാണ് അല്ലേ? -4 സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? 8 - 4 നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? 8 - 4 എത്രയാണ് കിട്ടുക? 4 ആണ് അല്ലേ? 8ൽ നിന്ന് 4 പോയിട്ടുണ്ടെങ്കിൽ 4 ആണ്, ഓൾറെഡി നമുക്കറിയാം. ഓക്കെ സെറ്റാണല്ലേ? അതായത് പോസിറ്റീവ് നമ്പർ അതാണ് അവിടെ വലിയ നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ 8 - 4 എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നെഗറ്റീവ് നമ്പറാണ് വലുത് വന്നെങ്കിലോ നമുക്ക് നോക്കാം അല്ലേ? അതായത് ഇവിടെ എക്സ് നെഗറ്റീവാണ്, വൈ പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ 8ഉം 4ഉം വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം നെഗറ്റീവ് നമ്പറാണ് നമ്മളെ വലിയ ആളെങ്കിൽ -8 + 4 അല്ലേ? നോക്കിക്കേ, -8 + 4. അപ്പോൾ വലിയ ആൾ നെഗറ്റീവാണ് അല്ലേ? മൈനസ് നമ്പറാണ്, നെഗറ്റീവ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്നറിയോ? ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മൈനസ് ഓഫ്, അതായത് മൈനസിനെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് 8 - 4 തന്നെയാണ് അല്ലേ? അതായത് വലിയ നമ്പറിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, അത് എന്ത് ചെയ്യുക? പിന്നെ നമ്മുടെ മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട് അല്ലേ? മൈനസ്, അപ്പോൾ 8 - 4 4. അതായത് ഇത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ 2 കേസ് വന്നാലും ഏതൊരു കേസ്, അതായത് പ്ലസ്സും മൈനസും ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നാൽ ഏതായിക്കോട്ടെ, അതിൽ മൈനസും പ്ലസ്സും നോക്കുന്നതിന് മുന്നേ നമ്മൾ വലിയ നമ്പർ ഏതാണോ അതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. അത് നമുക്ക് ഈസിയാണ്, എല്ലാവർക്കും അറിയാം. വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു ആൻസർ അവിടെ എഴുതുക. എന്നിട്ട് അതിൻ്റെ മുന്നിൽ നമ്മൾ വലിയ ആൾ ആരാണെന്ന് നോക്കുക. ഇവിടെ 8 വലുത്, അവിടെ പോസിറ്റീവാണ്, അതുകൊണ്ട് +4 ആണ് നമ്മൾ എഴുതിയത്. ഇവിടെ -8ൻ്റെ സൈന് മൈനസാണ് അല്ലേ? നെഗറ്റീവാണ്, അതുകൊണ്ട് നമ്മൾ 4ൻ്റെ അടുത്ത് നെഗറ്റീവ് ഇട്ട് കൊടുത്തു. അപ്പോൾ സിമ്പിളാണ് അല്ലേ? പ്ലസ്സും മൈനസും വരുന്ന കേസിൽ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക, വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക.
ഓക്കെ, ബിഗ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ 2 കേസ് നമുക്ക് ഓക്കെയാണ്. ഓക്കെ, സെറ്റല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്ലസും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, പ്ലസും ചെയ്യാൻ നമുക്ക് ഈസിയാണ്. 8 + 4 12 നമുക്കറിയാം. ഇനി മൈനസും ഒരുമിച്ച് വരുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. മൈനസും വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് കോമൺ ആണ്. ബാക്കി ഇനി ആരൊക്കെ ഉണ്ടാവും ബ്രാക്കറ്റിൻ്റെ അകത്ത്? എക്സ് പ്ലസ് വൈ അല്ലേ? യെസ്. അപ്പോൾ മൈനസ് കോമൺ ആണ്, എക്സ് പ്ലസ് വൈ. അതായത് ഈ 2 നമ്പേഴ്സ് തമ്മിൽ 2 സംഖ്യകളും കൂട്ടാം, പ്ലസ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മൈനസ് ഇവിടെ 8ഉം 4ഉം ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 8 + 4 12 തന്നെയാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക, നേരത്തെ അതേപോലെ തന്നെ. പക്ഷേ ഇവിടെ എന്ത് വരും? ഒരു മൈനസ് വരും. -12 ആണ് നമുക്ക് ആൻസർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലസും മൈനസും ആൾട്ടർനേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക, വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ പ്ലസും വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ മൈനസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക, മൈനസ് ഇട്ട് കൊടുക്കുക. അത്രയേ വേണ്ടുള്ളൂ. ഇത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ.